കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അംഗം മുറുകുകയാണ്. നാടിന്റെ രാഷ്ട്രീയ സ്പന്ദനം അറിയാൻ മണ്ഡലം ചുറ്റും മഹിളകൾ. എതിർചേരിയിലായപ്പോൾ വർഷങ്ങളോളം ഒന്നിച്ചു നിന്നവർ വേദനിപ്പിക്കുന്ന രീതിയിൽ പ്രചാരണം നടത്തുന്നുവെന്ന് മലമ്പുഴയിലെ UDF സ്ഥാനാർത്ഥി എ സുരേഷ്. വോട്ടർമാർ സ്നേഹത്തോടെ ചേർത്തു നിർത്തുന്നുണ്ടെന്നും എ സുരേഷ് പറഞ്ഞു. മണ്ഡലം ചുറ്റും മഹിളകളിലാണ് പ്രതികരണം. ഇതാ ഇവിടെ നല്ല ചൂടത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥി എ സുരേഷ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആ ഒരു ചൂടൊന്നും ഒട്ടും പുതുതല്ല. പക്ഷെ അവനവന് വേണ്ടി വോട്ട് ചോദിക്കാനുള്ള ഒരു പോക്ക് അതെങ്ങനെയുണ്ട് എന്നുള്ളതാണ് സത്യം. VS കൂടെ നടക്കുമ്പോൾ ആളുകളുടെ ആവേശം നാം നേരിട്ട് കണ്ടതാണ്. പക്ഷെ സ്വയം സ്ഥാനാർത്ഥിയാവുമ്പോൾ ആളുകളിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ഒരു നേരെ അറിവ് തന്നെയാണ്. അതൊരു വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങ് ഇത്രയും നാൾ LDF-നോടൊപ്പമായിരുന്നു, CPM-നോടൊപ്പമായിരുന്നു, ചേർന്ന് നിന്നിരുന്ന ആളാണ്. പ്രത്യേകിച്ച് VS അച്യുതാനന്ദനെ പോലെ ഒരാളുടെ PA ആയിരുന്നു. പെട്ടെന്നുള്ള ഒരു പാർട്ടി മാറ്റം അത് അങ്ങേ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്? സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണ സാവ് കോൺഗ്രസിനോ BJPക്കോ പോലും അദ്ദേഹത്തോട് എതിർപ്പില്ല, രാഷ്ട്രീയമായ എതിർപ്പില്ല. അവരൊരു കമ്മ്യൂണിസ്റ്റ് ജീവിതമാണ് നയിക്കുന്നത്. കൊട്ടാരക്കരയിലെ ആയിഷ പോറ്റി അവരൊരു സാത്വികമായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ BJPക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ അവരോട് വിയോജിപ്പ് രാഷ്ട്രീയമായിട്ടില്ല. അവർ UDF ഭാഗമാവുന്നു. സുധാകരൻ സാവ് ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമ്മളൊക്കെ ബഹുമാനിക്കുന്ന അഴിമതിരഹിത മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ വക്താവായിട്ടുള്ള അദ്ദേഹം പോലും മാറി ചിന്തിച്ച് UDF ഭാഗമാവുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഘട്ടത്താണ് ഞാനും ഇങ്ങനെ ചിന്തിക്കാൻ ഇടവരുന്നത്. അങ്ങനെ ചിന്തിക്കാൻ ഇടവരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ പാർട്ടിക്ക് അപ്പീൽ കൊടുത്ത് കാത്തിരിക്കുക എന്ന് എല്ലാവർക്കും അറിയാം. ആ ഘട്ടത്തിലാണ് ഗോവിന്ദ മാഷ് പറയുന്നത് 100 തവണ അപ്പീൽ തന്നാലും അദ്ദേഹത്തെ തിരിച്ചെടുക്കില്ലാണ്. അത് മനസ്സിൽ ഏറ്റവും വേദന ഉണ്ടാക്കിയ സംഭവമാണ്. മലമ്പുഴ വളരെ അടുത്തറിയുന്ന ഒരാളാണ് അങ്ങ്. അപ്പോൾ ഇടത് വോട്ടുകൾ എത്രത്തോളം UDF-ലേക്ക് എത്തിക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ അങ്ങേക്കുണ്ട്? പാർട്ടിക്കാരാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരോട് അടുത്ത് ചെല്ലുമ്പോൾ എനിക്കൊരു ഭയമായിരുന്നു തുടക്കത്തിൽ. പക്ഷേ ഇപ്പോൾ ഞാൻ കാണുന്ന കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് എൻ്റെ കൂടെയുള്ള ആളുകൾ പറയുമ്പോൾ ഞാൻ അവരെ സമീപിക്കുമ്പോൾ അവർ എന്നോട് കാണിക്കുന്ന റെസ്പോൺസ്, ഒരു പ്ലസൻറ്റ് ഫീലിംഗ്, അവരുടെ മുഖഭാവം നമുക്ക് മുഖത്തൊരാളെ വായിച്ചെടുക്കാൻ പറ്റും. അത് എനിക്ക് 90% ഉറപ്പാണ്. കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ, പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ എനിക്ക് വോട്ട് ചെയ്യും. ശക്തമായിട്ടൊരു ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ എതിരാളികളെ. അപ്പം അങ്ങനെയുള്ളൊരിടത്തേക്ക് വരുമ്പോൾ അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ? തീർച്ചയായിട്ടും അത് പറയുമ്പോൾ എനിക്ക് ഇമോഷണൽ ആവും. ഞാൻ കാരണം LDF എതിരാളി എന്ന് പറയുന്നത് ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ട് എനിക്ക് ബഹുമാനമുണ്ട്. എനിക്ക് അയാളോട് ബഹുമാനമുള്ളപ്പോൾ അദ്ദേഹം എന്നെ വളരെ മ്ലേച്ഛമായ രൂപത്തിലാണ് പറയുന്നത്. VS അടുക്കളക്കാരനാണ്, അടുക്കളക്കാരനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം, VS അടുക്കള വരെ, ഒരു വീട്ടിൽ അടുക്കള വരെ കയറാനുള്ളൊരു സ്വാതന്ത്ര്യം ആർക്കാണ്ടാവുക? കുടുംബത്തിൽ പറഞ്ഞ ആൾക്കും വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാണ്. പിന്നെ BJPയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏറ്റവും മ്ലേച്ഛമായ രാഷ്ട്രീയമാണ്. അതിവിടെ വിലപ്പോവില്ല. 2ാം സ്ഥാനത്തായതുകൊണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. 2 പ്രാവശ്യമായിട്ട് ഇപ്രാവശ്യം ഞാൻ 1ാം സ്ഥാനത്തിലൂടെ മത്സരിക്കുന്നത്. നല്ല തിരക്കുള്ള സമയമാണ്, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച്. ഇനി 18 ദിവസം മാത്രമാണ് വോട്ടെടുപ്പിനുള്ളത്. അപ്പോൾ ആ തിരക്കിലേക്ക് കടക്കുകയാണ് എ സുരേഷും. അങ്ങനെ നമ്മളും നമ്മളുടെ യാത്ര തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.